ഹനുമാൻ്റെ ഒരു ചരിത്രമുണ്ട്. ശ്രീലങ്ക കണ്ടുപിടിക്കുന്നതും ലങ്കയിൽ നിന്ന് ലങ്ക കണ്ടുപിടിക്കുന്നതും സീതാന്വേഷണ സമയം പഞ്ചലോക വിഗ്രഹത്തിലെ ഒന്നുമൊക്കെ സംബന്ധിക്കുന്നു. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ചുറ്റുപാടും ഒരു സ്ഥലത്ത് തമിഴ്നാട്, ഒരു സ്ഥലത്ത് നമ്മുടെ ഇടുക്കിയുടെ സുന്ദരമായ ജലനിമിഷങ്ങൾ കാണാം. കാണുന്നത് രാമക്കൽമേടിൻ്റെ ഒരു ചെരുവാണ്. ഈ കാണുന്നത് കമ്പം തേനി തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്. കുമളി വഴി ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് അവിടെ തൊട്ട് ഇങ്ങോട്ട് വരുന്നത്. ആ കാണുന്ന പച്ചയെല്ലാം കാണുന്നതെല്ലാം കൃഷിയിടങ്ങളിലെ പഞ്ഞി കൃഷികളാണ്. ബാക്കി കാണുന്നത് കടല, അതുപോലെയുള്ള ധാന്യങ്ങൾ. ഇതെല്ലാം പണ്ട് കടലായിരുന്നു. ആ കടൽ മാറി കരയായതെന്നാണ് ഐതിഹ്യം വരുന്നത്. ചെറിയ ചെറിയ കുഞ്ഞുകൾ. ആദ്യം കാണുന്ന ലോയർ ക്യാമ്പ്, കമ്പം, തേനി, അത് കഴിഞ്ഞ് മധുര, ബോഡി നായ്ക്കന്നൂർ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് ഇവിടങ്ങളിലെല്ലാം കാണപ്പെടുന്നത്. രാമക്കൽമേടിൻ്റെ ഏറ്റവും സുന്ദരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. രാമക്കൽമേടിൻ്റെ ഇങ്ങനെ ടോപ്പിൽ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറവൻ കുറുത്തിയുടെ ഒരു പ്രതിമയുണ്ട്. അതിന് സർവമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറവനും കുറുത്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇടുക്കി ഡാം കാണിച്ചു കൊടുത്ത ആ കുറവനും ആ കുറുത്തിയാണ്. ആ കുറുത്തിയുടെയും കുറവൻ്റെയും ചിത്രമാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ തദ്ദേശീയരായ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ ആ കാണുന്നത് നമ്മുടെ കാറ്റാടി ക്ഷേത്രങ്ങളാണ്.
അത് ഒരു സൈഡിൽ കാണാം. ഒരു സൈഡിൽ അങ്ങേയറ്റം അപ്പുറം താഴെയായിട്ട് തമിഴ്നാടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം. ഒരു ചെറിയ പാർക്കുണ്ട്. ഭയങ്കര വളരെ രസകരമായ ഒരു സ്ഥലമാണ്. എല്ലാവർക്കും വന്ന് കയറി മുകളിലേക്ക് കാണാം. ഈ കുന്നിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ചുറ്റുപാടും ഒരു സ്ഥലത്ത് തമിഴ്നാട്, ഒരു സ്ഥലത്ത് നമ്മുടെ ഇടുക്കിയുടെ സുന്ദരമായ ചില നിമിഷങ്ങൾ കാണാം. എല്ലാവർക്കും വന്നിരിക്കുവാനും ഒരു ഹൃദയകാരിയായ ഒരു സീൽസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. വളരെ ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വളരെ രസകരമായ ഈ സമയത്ത് ഈ വെക്കേഷൻ ആസ്വദിക്കുവാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു വ്യർത്താണ്. നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല മരങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മരങ്ങൾ, അതുപോലെയുള്ള പ്രകൃതി രമണീയമായ ഭാഗങ്ങൾ. കോടമഞ്ഞ് അടിക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ദൃശ്യ ഭംഗിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവൻ്റെ രാമൻ്റെ ഒരു ക്ഷേത്രം കാണാം. ഇപ്പോൾ അത് പുനരുദ്ധാരണം ചെയ്ത് നല്ല രീതിയിൽ നല്ലപോലെ അത് നാട്ടുകാരെല്ലാം കൂടി അത് ഉത്സവങ്ങളൊക്കെ കൊണ്ടാടി ചെയ്തു. രാമക്കൽമേട് എന്നുള്ള ചരിത്രത്തിൻ്റെ പേര് തന്നെ രാമക്കൽമേട് ശ്രീരാമൻ സീതാദേവിയും വനവാസകാലത്ത് ഇവിടെ വന്ന് ആ കാണുന്ന മലയിൽ വന്ന് താമസിക്കുകയും ഇവിടെ വന്ന് താമസിച്ചിട്ട് സീതാന്വേഷണ സമയത്ത് ഈ മലയിൽ നോക്കി മധുര വഴി ലങ്കയിലേക്ക് വന്നത്. അങ്ങനെ ശ്രീരാമൻ സീതാദേവിയുടെയും വന്ന പുണ്യഭൂമിയിൽ കാലങ്ങളായിട്ട് ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. ഇങ്ങനെ പുനരുദ്ധാരണത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഐതിഹ്യം കൊണ്ട് ശ്രീരാമൻ സീതാദേവി വന്ന ആ പേര് തന്നെയാണ് രാമക്കൽമേട് എന്നുള്ള ഐതിഹ്യത്തിനുള്ളത്. ക്ഷേത്രം ഉണ്ടായിരുന്നു, ചെറിയ ക്ഷേത്രമായിരുന്നു. അതിന് ശേഷം ഇപ്പം ഇത് 2-3 വർഷമായിട്ട് പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുക. ശ്രീരാമനും സീതാദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിൽ ബാക്കി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഹനുമാൻ്റെ ഒരു ചരിത്രമുണ്ട്. ഹനുമാൻ സ്വാമി ഇവിടെ വന്നതിന് തൊട്ടടുത്തൊരു തമിഴ്നാട് തൊട്ട് താഴെ ഒരു ഹനുമന്തംപട്ടി എന്നൊരു സ്ഥലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രമുണ്ട്. ഇവിടെ ഹനുമാൻ ഇവിടെ വന്ന് ഈ പറയുന്നുണ്ട്. ശ്രീലങ്ക കണ്ടുപിടിക്കുന്നതും ഇവിടെ ലങ്കയിൽ നിന്ന് ലങ്ക കണ്ടുപിടിക്കുന്നതും സീതാന്വേഷണ സമയം ഇവിടെ വന്നു. വനവാസകാലത്തിനപ്പുറം തന്നെ ശ്രീരാമനും സീതാദേവി അത് അപൂർവമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രം, ശ്രീരാമ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ശ്രീരാമനും സീതാദേവി ഒരുമിച്ച് ഇരിക്കുന്ന ക്ഷേത്രം അപൂർവമാണ്. പക്ഷെ ചെറിയ ക്ഷേത്രമാണെങ്കിൽ അതിനത്ര ഇതുണ്ട്. മറ്റുള്ള ശ്രീരാമൻ്റെ ലക്ഷ്മണൻ്റെ അവരുടെ എല്ലാ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ശ്രീരാമനും സീതാദേവി ഒരേ പഞ്ചലോകത്തിൽ ഒരേ രീതിയിൽ ഇരിക്കുന്ന